നമസ്കാരം, ഞാൻ ഡോക്ടർ സജ്ന കെ എം. IHMA സ്പന്ദനം ഹെൽത്ത് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വേൾഡ് പാർക്കിൻസൺസ് ഡേ ആണ്. പാർക്കിൻസൺസ് രോഗം എന്ന് കേൾക്കുമ്പോൾ പൊതുവെ വിറയലാണ് എല്ലാവർക്കും ഓർമ്മ വരിക. എന്നാലും നമ്മുടെ ജീവിതത്തിനെ എല്ലാ രീതിയിലും ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണിത്. അപ്പം ലോകത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ ഈ രോഗം ബാധിച്ചവരായിട്ടുണ്ട്. 40% ആളുകൾക്ക് വളരെ വൈകിയാണ് ഈ രോഗമാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെ പറ്റിയിട്ടുള്ള അവയർനെസ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ വേൾഡ് പാർക്കിൻസൺസ് ഡേയിൽ നമുക്ക് ഈ പാർക്കിൻസൺസ് അസുഖത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. വെള്ളം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ചായക്കപ്പ് പിടിക്കുമ്പോഴൊക്കെ കയ്യിൽ ചെറിയൊരു വിറയലൊക്കെ ആയിട്ടായിരിക്കാം ഈ രോഗത്തിൻ്റെ തുടക്കം. രണ്ടാമത്തെ സ്റ്റേജിലാണെങ്കിൽ ചലനം ഒന്നുകൂടി പതുക്കെയാവും. പിന്നെ അതുപോലെ മസിൽസൊക്കെ ഒന്ന് സ്റ്റിഫാവും. അതുകൊണ്ട് തന്നെ മുഖത്തിൻ്റെ ഭാവങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതൊക്കെ ഒന്ന് കുറയും. മൂന്നാമത്തെ സ്റ്റേജിലോട്ട് എത്തുമ്പം ബാലൻസ് എപ്പോഴും നഷ്ടപ്പെടും. നടക്കുമ്പോഴൊക്കെ ഒന്ന് വീഴാൻ പോണ പോലെ. അതുപോലെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും പാർക്കിൻസൺസ് ബാധിച്ച ഒരാൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു അൺസ്റ്റഡി ആയിട്ടേ നടക്കാൻ പറ്റുള്ളൂ. വീഴ്ചകളും പതിവായിരിക്കും. നാലാമത്തെ സ്റ്റേജിൽ അതുപോലെ തന്നെ ഒന്നും കൂടി ചലനം ബുദ്ധിമുട്ടുള്ളതാവും. അപ്പോൾ സപ്പോർട്ട് വേണ്ടി വരും. പിന്നെ ആ ഒരു സമയത്ത് തന്നെയാണ് മാസ്ക് ലൈക്ക് ഫേഷ്യസ് എന്ന് പറയുന്ന ഒരു ഫേഷ്യൽ എക്സ്പ്രഷന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അതായത് ഇപ്പോൾ അവർക്ക് വിഷമം അല്ലെങ്കിൽ ചിരിയൊക്കെ വരുമ്പം അത് ഫേസിൽ അങ്ങനെ ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യപ്പെടില്ല. പക്ഷെ എന്നാലും അവർ ഇമോഷണലി അവെയർ ആയിരിക്കും. വിഷമവും സന്തോഷമൊക്കെ അവരുള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു 5th സ്റ്റേജ് ഒക്കെ എത്തുമ്പം ഒട്ടും തന്നെ അവർക്ക് മൂവ്മെൻറ്റ് ബുദ്ധിമുട്ടായിരിക്കും. ചലനം വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു വീൽ ചെയറോ അല്ലെങ്കിൽ ഫുൾ ടൈം അസിസ്റ്റൻസോ ആവശ്യമായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചേരും. പാർക്കിൻസൺസ് എന്ന രോഗാവസ്ഥ കേവലം ശരീരത്തിനെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഉള്ള ബുദ്ധിമുട്ട് മൂലം അവർക്ക് ആൻസൈറ്റി ഉണ്ടാവാം, വിഷമം വരാം. പിന്നെ അതുപോലെ സാമൂഹികമായിട്ട് ഒരു ഉൾവലിഞ്ഞ ഒരു മനോഭാവത്തിലോട്ട് അവർ വരും. പിന്നെ ഈ ഡിസീസ് അഡ്വാൻസ് ചെയ്യുന്നതോടുകൂടി മറവി കൂടുതലായിട്ടുണ്ടാവാം, കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരാം. പിന്നെ ഡിസിഷൻ എടുക്കാനൊക്കെ അവർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇനി ചില പേഷ്യൻസിനേലും ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനാണ് പാർക്കിൻസൺസ് സൈക്കോസിസ് എന്നൊരു അവസ്ഥ. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം സംശയം ഉണ്ടാവും. ഇപ്പം അവരുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ സാധനങ്ങളൊക്കെ ആരെങ്കിലും കള്ളൻ എടുത്തിട്ട് പോവും. പിന്നെ അവരുടെ തന്നെ മിറർ ഇമേജ് അവർ കണ്ണാടിയിൽ കാണുമ്പോൾ അവർ വിചാരിക്കും അത് അവരുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന്. അപ്പം ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ചില പേഷ്യൻസിന് ഉണ്ടാവാറുണ്ട്. അപ്പം മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഈ വൈകാരിക തലത്തിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ പാർക്കിൻസോൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജസിനെ പറ്റിയിട്ട് നമ്മൾ അവെയർ ആയിരിക്കുന്നത് വളരെ പ്രധാനമാണ്. അതിങ്ങനെ അവെയർ ആയിരുന്നാൽ മാത്രമാണ് നമുക്കതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താനും അതുപോലെ തന്നെ ആ പേഷ്യൻറ്റിനെ വളരെയധികം അനുകമ്പയോട് കൂടിയിട്ട് നമുക്ക് കെയർ ചെയ്യാനും സാധിക്കുകയുള്ളൂ. പിന്നെ പലപ്പോഴും ഈ ഒരു അസുഖത്തിൻ്റെ മുൻപായിട്ട് ആളുകൾക്ക്, അതായത് പാർക്കിൻസൺസിൻ്റെ വിറയലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്മെല്ല് നഷ്ടപ്പെടുക, ഡിപ്രഷൻ, ആൻസൈറ്റി, ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഇനി പാർക്കിൻസൺസ് ഡിസീസിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഇമോഷണലി നമ്മൾ നല്ല സപ്പോർട്ട് കൊടുക്കുക, പിന്നെ മെഡിക്കേഷൻസ്, പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റേജസിൻ്റെ ഒരു പ്രോഗ്രഷൻ, അപ്പോൾ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റേ സ്റ്റേജിൽ വരുന്നത് ഏറ്റവും സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് എക്സസൈസും വളരെയധികം ഹെൽപ്ഫുള്ളാണെന്ന് ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറയ്ക്കാനും അതിൻ്റെ സ്റ്റേജസ് സ്ലോ ഡൗൺ ചെയ്യാനുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ട് ഹോമിയോപ്പതി ചികിത്സ വളരെ എഫക്റ്റീവാണ്. പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ചികിത്സയിൽ നേരത്തെയുള്ള രോഗനിർണയം വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വേൾഡ് പാർക്കിൻസൺസ് ഡേയിൽ നമുക്ക് ഈ രോഗത്തെ പറ്റിയിട്ടുള്ള അവയർനെസ് കൂടുതൽ ആളുകളിൽ എത്തിക്കാം. താങ്ക് യു.